ഇസ്രായേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സ്വാഗതം. അപ്പൊ എല്ലാരും പറഞ്ഞ് എന്തുകൊണ്ടാണ് വീഡിയോ വരാത്തത്, കുറച്ച് ക്രിസ്മസിന് തലേ ദിവസം ആയപ്പോഴാണ് ഇപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞത്. ക്രിസ്മസിന്റെ അലങ്കരിക്കാൻ വേണ്ടി പോകണം, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പോകണം. ഉച്ച 2 മണി എന്തോ ആയാൽ നല്ല വെയിലുണ്ട്. പിന്നെ ഇവിടെ ഇനി ബെഞ്ച് പിടിച്ചത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പൊ ചിലപ്പോ മാറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ബോധം പൊക്കടില്ല, നിങ്ങൾക്ക് അറിയാലോ എപ്പോ വേണം മാറും. കേസ് നല്ല വെട്ടം, വെയില് നല്ല വെയിലുണ്ട്. ഇനി പപ്പനെ വിളിച്ചോണ്ട് വന്നിട്ട് ബെഞ്ച് പിടിക്കണൊക്കെ കാണിച്ചില്ല കേസ്. ബെഞ്ച് പിടിച്ച് ഏകദേശം പറ്റുന്നത്ര നിങ്ങൾ എല്ലാം വീഡിയോയും കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബെഞ്ച് പിടിച്ചിടണ കാണാം. അങ്ങനെ നമ്മൾ ബെഞ്ച് വലിച്ചിടാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ പരിപാടി കേസ് അങ്ങനെ തന്തയും മോനും കൂടെ പോക്കിക്കൊണ്ട് പോണ്. അവരോടാണ് ബംഗാളി ചെയ്യണത്. ഞാൻ ആ ഫോം മാത്രം പിടിച്ചാൽ മതി. ഷാജി കേട്ടാ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനത്തെ കുട്ടികൾ രണ്ടും കൂടെ പുതപ്പ് ഇരിക്കാൻ വേണ്ടി പോകണം. മതി കൊട്ടി നമ്മ ഇതിനു വേണ്ടി തിന്നതായും. കുട്ടികൾക്കൊന്നും ഒരു ബോധവും ഇല്ല. ഈ സൈഡാ. വെരി ഗുഡ്. ഞാൻ പച്ചപ്പൊതപ്പടെ പച്ചപ്പൊതപ്പ് ഈ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. പച്ചപ്പൊതപ്പ് എനിക്കൊന്നും അറിയത്തില്ല പച്ചപ്പൊതപ്പിന്റെ കേസ്. അപ്പൊ ഇങ്ങനെ വെച്ചപ്പോ കുറച്ച് വൃത്തിയുണ്ട്, കുറച്ച് പുല്ല് പോലെ വെക്കാണ്. അതെ പുല്ല ഇതാ എനിക്ക് അറിയത്തില്ല. വേണം, ഇത് വേണം, ഇത് പോലെ ക്രിസ്മസിന് പുല്ല. ഇനി ഇവിടെയൊക്കെ ലൈറ്റ് സെറ്റൊക്കെ വരാനുണ്ട്. കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സത്യം. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് വെക്കണം കേട്ടോ ഈ ഒരു കോളനിയാ ഈ സ്ഥലത്ത് ഇട്ട ഈ നെയ്ബർഹുഡ് ഇട്ട ഇടല. ഇവിടെ ബാക്കി എല്ലാവരും വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ മാത്രമേ ഇല്ല വെക്കാട്ടിട്ട. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വെക്കാണ്ടി പോണത് ഇവിടെ. നമുക്കറിയാലോ, നിങ്ങൾക്കറിയാലോ നമ്മൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരട്ടില്ല. അത് കാരണമാണ് ടൈസ്. അതെന്നെ എനിക്കും പറയാല്ലേ. ഇത് ഇവിടെ പച്ച വെച്ചിട്ട് അതിന് മേളിൽ ഈ ഗോൾഡൻ കഴിക്കാം. നടക്കാട്ട് ഈ ഗോൾഡൻ ഇങ്ങനെ ചെറിയ നല്ല സൈഡ്. അത് വേണ്ട. ഇവിടെ പുല്ലിങ്ങനെ വന്ന പോലെ കൂടാ. എനിക്ക് പുല്ല് പോലെ തോന്നിക്കണേ ഇല്ല ഇത്. അല്ലെ ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് പുൽക്കൂടും ജാസയിലോട്ട് വെക്കാം. ഇവിടെ ആയിട്ടാണ് തോന്നുന്നു പുൽക്കൂട് വെക്കാം. അതിന് പുൽക്കൂട് തന്നെയാടേ. ക്രിസ്മസിന്റെ അങ്ങനത്തെ ഈ പൂവ് എന്തിനി? പൂ പുൽക്കൂടിന് കണ്ണിട്ടാ. ഓഹോ, അതെ ചേച്ചി, നമ്മ കുറച്ച് വലിയ പുൽക്കൂടാണ് ടേസ്റ്റ്. ഇപ്പോൾ ചെറിയ കളികളൊന്നും ഇല്ല, വലിയ കളികൾ മാത്രമേ ഇല്ല. മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഉപ്പ് എടുക്കാണ്ട് പോകണ്ട. മേരി ക്രിസ്മസ് അല്ല, മേരി ക്രിസ്മസ് മാത്രമേ ഇല്ലു, ഹാപ്പി ന്യൂ ഇയർ ഇല്ല. ഇത് ഇവിടെ പുറത്ത് നടക്കാണ്ട് കൊടുക്കണം. അതോ വല്ല ഈ കർട്ടൻ വല്ല ഇട്ടിട്ട് കർട്ടൻ വെക്കണ്ട. അത് ഈ ഒരു മതിൽ നല്ല രസമാണ്, നല്ല പ്ലെയിൻ മതിലാണ് നല്ലത്.
ഇപ്പോൾ വേറെ വാങ്ങിക്കും ഇതമ്മ രണ്ടും ഉണ്ടാക്കി മിക്കവാറും ഒടിഞ്ഞു വരും കേട്ടോ. പപ്പയും ഇതും കൂടെ ഒരുമിച്ച് ഒടിഞ്ഞു വരും. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ലൈറ്റ്സ്. ഇതാണ് നമ്മളുടെ വേറെ ലൈറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ. ഇതാണ് നമ്മ വാങ്ങിച്ചിട്ടുള്ള ലൈറ്റ്സ്. ബാക്കിയെല്ലാം പണ്ടത്തെ ലൈറ്റ് ആണ്. നമുക്ക് ആന്തനീട്ട് ഒട്ടിക്കാം. പല ടൈപ്പ് ആണ് ടൈസ്. ചിവണ് കാണിച്ചു കൊടുത്തേ. അപ്പൊ പ്ലഗ് ഉണ്ട് കുട്ടിക്ക്. അത് സിപ്പ് ടയറാ. അത് കട്ട് ചെയ്യണം. അത് വലിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ഒരു വട്ടം ഇതാക്കിയാണ്. ഇതാണ് ടൈസ്. ഇത് പല ടൈപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. കുഞ്ഞു സ്റ്റാർ മുതൽ വലിയ സ്റ്റാർ, മീഡിയം സ്റ്റാർ, എല്ലാ സ്റ്റാറുകളും ഉണ്ട് ഇതിൽ തന്നെ. ഫെയറി ലൈറ്റ് പോലത്തെ ഇതാണ് ടൈസ് വാങ്ങിക്കണം. ഇത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇവിടെ ഫുള്ള് ഒന്ന് ഇതാക്കണം. വീട്ടിൻ്റെ ഫുള്ള് ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. മുകളിലിട്ട സ്ഥലം ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല കത്തിരിക്ക. കട്ട് ചെയ്യാൻ പോലും അറിയില്ലാട്ടാണ്. കട്ട് ചെയ്യാൻ പോലും അറിയില്ലാട്ട് ചെയ്യാനെ കൊണ്ടാണ് കട്ട് ചെയ്യിപ്പിക്കാണ്ട് പോയിരുന്നത്. ഓ കണ്ടോ പതിയെ 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 എടുക്കും. കീറിപ്പോയിക്കാനെ തീർന്ന് പൊട്ടിപ്പോയി. ഇത് കുറെ സിഫ്റ്റ് ചെയ്യണ്ടല്ലോ. നമുക്ക് കാര്യം ചെയ്യാം. ഇതെല്ലാം ലാസ്റ്റ് ഇത് അറേഞ്ച് ചെയ്യണം. വല്ലാത്ത വയറിലോട്ട് ഇതാക്കരുത്. എല്ലാ സിഫ്റ്റയും കൂടെ മുറിച്ചുണ്ട് കാണിച്ചു തരാം ടൈസ്. അപ്ഡേറ്റ് ചെയ്യാം. ഇത് കുറച്ച് നേരം പിടിക്കും മിക്കവാറും. ഇത് കുറച്ച് മെനങ്ങിട്ട് പരിപാടിയാണ് ടൈസ്. അവരോടെ പറഞ്ഞെന്നാ മതിയാണ്. അയാളോട് പറഞ്ഞെന്നാ മതിയാണ്. എന്നിട്ട് കത്തിയിട്ട് നമുക്ക് എടുത്താൽ മതിയാണ്. അല്ലോ അപ്പ അത് 4 വയർ ഒന്നിച്ചിട്ട് കെട്ടിട്ടിരിക്കും. പൈസ പോയാ പോടാ പോടാ. ഓക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ വേണ്ട സിഫ്റ്റായി കട്ട് ചെയ്യണ്ട. എന്താന്ന് വെച്ചാ ഓരോന്നിനും ഓരോന്നും ഇതുണ്ട്. പതിയെ പതിയെ ഇതായിരിക്കോ. സിഫ്റ്റായി കട്ടണ്ട. മൊത്തത്തിൽ പണിയാവും. ഇല്ലേ അങ്ങനല്ലേ പിടിപ്പിക്കേണ്ടത്. ഓക്കെ സെറ്റായിട്ട് ലാസ്റ്റ് ഫൈനലി സെറ്റായിട്ടല്ല ഈ ഒരു വിടിപ്പിച്ചെടുത്ത് ഇല്ല. ഇങ്ങനെയാണ് വരുന്നത്. തൂങ്ങി തൂങ്ങി കിടക്കും. ഞാനും മുകളിൽ കയറാം. പുൽക്കൂടും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. പുൽക്കൂട് നേരത്തെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പുൽക്കൂട് ഉണ്ടായപ്പോഴാണ് എനിക്ക് ഈ കറ വന്നിട്ട് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കിയപ്പോൾ ആണ് കറ വന്നത്. ഇത് ഞാൻ ചെയ്യും കൂടെ ഉണ്ടാക്കിയ പുൽക്കൂടാണ് ടൈസ്. ഞാൻ ചെയ്യും കൂടെ ക്രിസ്മസ് ട്രീയും
ഞാൻ ചെയ്യും കൂടെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ ക്രിസ്മസ് ട്രീ ഓ ഇപ്പൊ കൊള്ളാല്ലേ പുൽക്കൂട് വന്നപ്പോ. അയ്യോ ഞാൻ പിടിക്കാം. അപ്പൊ വീഡിയോ എടുക്ക്. കുറച്ച് ചെറുതായി പോയല്ലേ അത് ഈ ഇങ്ങനെ എടുക്കും. ഇത് പോയി കൂടെ വന്നിട്ട് ഇത് പോയി വരും. കേട്ടെ ആയിട്ടില്ല. സെറ്റല്ലേ? കറക്കി ഭാഗം പുൽക്കൂട് ഈ സൈഡിലോട്ട് വന്നിട്ട് ക്രിസ്മസ് ട്രീ ആ സൈഡിലോട്ട് വരാം. അതന്നെ ഞാനും പറഞ്ഞു രണ്ടും കൂടെ ഒരുമിച്ചിരിക്കണം. അങ്ങനൊന്നും വേണ്ട. ഇതിപ്പോ വെച്ചിരിക്കുന്നത് കറക്റ്റാ. ആ സൈഡ് ഇതായിട്ട് നമ്മൾ കറക്റ്റാണ്, സെറ്റാണ്. മേരി ക്രിസ്മസ്. ഓക്കെ ഇനി നമുക്ക് വൈക്കോൽ നടത്തിയാലേ. ഇത് ചാക്ക് നിറയെ കല്ലൊന്നും അല്ല, ഇതാണ് നമ്മുടെ പുല്ല് കൊണ്ടാണ് ചാക്ക് നിറയെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അറക്കപ്പൊടി. എല്ലാ സ്ഥലത്തും ഇത് ഇട്ടേക്ക്. എനിക്കും ഡൗട്ട് ഉണ്ട് കേട്ടോ. അറക്കപ്പൊടിന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന മണ്ണാണ്. ഇത് അറക്കപ്പൊടിയാ. ഈ ഉണ്ണിയേശുവിനെ വാങ്ങിട്ടെ. എന്തൊക്കെയാ നമ്മുടെ പുൽക്കൂടും കൂടെ സെറ്റാകും. ഉപ്പ് സെറ്റാകുന്ന വേണ്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളുടെ പിസ്റ്റാ ഷെല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു, അത് കാരണം അതും കൂടെ വെച്ചിട്ടുണ്ട് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ ഇവിടെ വെക്കാനുണ്ട്. അതുപോലെ മെരി ക്രിസ്മസ് വെക്കാനുണ്ട്. ഇതുപോലെ ഇവിടെ ഒരു ഏഞ്ചൽ വെക്കാനുണ്ട്. എല്ലാത്തിനെയും കിട്ടി വെക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ റേറ്റ് ചെയ്യുക എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഈ ഒരു ഇത്. അതിൻ്റെ ഈ ഷവറിൽ എൻ്റെ അടുത്ത് ഈ ഷവർക്ക് ഓക്കെ നീ റേറ്റ് ചെയ്യുക എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന്. അതുപോലെ ഇനി ഇതൊന്നും അല്ല, ഇതിയായിട്ട് ഇനി കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ ചിയയും പപ്പയും കൂടെ വീണ്ടും പോയേക്കാണ് കുറച്ചും കൂടി സാധനം വാങ്ങിക്കാൻ വേണ്ടി. നമ്മളുടെ ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഉണ്ടാക്കണം. ശരിക്കും ഗിഫ്റ്റൊന്നും അല്ല, അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി ഈ ഒരു നമ്മുടെ കസാരയുണ്ട്, കസാര കാണിക്കാൻ.
ിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ